ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നലെ നൂറയും ആദിലയും കൂടിയുള്ളൊരു സംസാരം ഉണ്ടായി. നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നൂറയ്ക്ക് എന്തായാലും ഒരു തോന്നലുണ്ട് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന ആദിൽ ഔട്ടാവും എന്നുള്ളത്. അതുപോലെ സാബുമോനും ആദിലായിരിക്കും ഔട്ടാവണ് എന്നാണ് അവരവിടെ സംസാരിക്കുന്നത്. പിന്നെ നൂറ ആദിലോട് പറയുന്നുണ്ട്, നെവിൻ പറഞ്ഞു ഞാൻ എന്തായാലും ഈ ആഴ്ച സേവ് ആയിരിക്കും, കാരണം ഞാൻ അതിനുള്ള കണ്ടൻറ്റൊക്കെ ഈ ആഴ്ച കൊടുത്തിട്ടുണ്ട് എന്നാണ് നെവിൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾക്കാണെങ്കിൽ നൂറയ്ക്കാണെങ്കിൽ ആദിലെ സേവ് ആക്കണം. കാരണം ആദിലുണ്ടെങ്കിൽ നല്ലൊരു സപ്പോർട്ടാണല്ലോ നൂറയ്ക്ക്. അപ്പോൾ ടോപ്പ് 5 നൂറയ്ക്ക് ആദിലെ എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ പ്രേക്ഷകർ കേൾക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് പ്രേക്ഷകരോട് പറയണ പോലെ തോന്നിയത്. കാരണം അതെന്തായാലും ലൈവിൽ കാണിക്കും, പ്രേക്ഷകർ കാണും, അതിന് വേണ്ടി പറഞ്ഞ പോലെ എനിക്ക് തോന്നി. കാരണം അനുമോൾ ഈ ആഴ്ച ഒരു കണ്ടൻറ്റും കൊടുത്തിട്ടില്ല. വെറുതെ അവിടെ ഇവിടെ പോയിരുന്ന് കരയിലും ഓരോ മോഗിലേക്കിലും ഒറ്റയ്ക്ക് പോയി ഇരിക്കലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അനുമോൾ ഈ ആഴ്ച ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അനുമോളെ ഡയറക്റ്റ്, അതായത് അവൾ ഇങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പ്രേക്ഷകരെ നിങ്ങൾ അനുമോൾക്കോ വോട്ട് കൊടുക്കരുത്, അവൾ ഒന്നും ചെയ്തിട്ടില്ല, അവൾ ഈ ആഴ്ച എലിമിനേറ്റ് ആവട്ടെ എന്നാണ് നൂറ ഉദ്ദേശിക്കുന്നത്. കാരണം എന്നാലേ ആദിലേക്ക് കയറി വരാൻ പറ്റുള്ളൂ. നൂറ് എന്തായാലും കുറച്ചൊരു അനുമോൾ പറഞ്ഞ പോലെ ടോപ്പ് 5 എന്നുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ പിന്നെ ക്യാപ്റ്റനാണ്, അതിൻ്റെയൊക്കെ വല്ലാതൊരു നെഗളിപ്പ് പറയില്ല, അത് ശരിക്കും കാണിച്ചു കൂട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും എന്താ പറയുക, കാണാൻ പറ്റുന്നുണ്ട് അവളുടെ ആ ഒരു മാറ്റം. പിന്നെ അതുപോലെ തന്നെ അക്ബർ, സാബുമാൻ, നൂറിയും കൂടി സംസാരിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ അനീഷ് ഇങ്ങനെ നോമിനേഷനിലൊന്നും വരാത്തതുകൊണ്ടാണ് അനീഷ് സേവായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അനീഷ് എപ്പോഴും ഔട്ടാവേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് അനീഷ് എല്ലാറ്റിലും വരാറുണ്ട് നോമിനേഷനിൽ. കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട്, അതിൻ്റെ മുമ്പത്തെ ആഴ്ച വന്നിട്ടുണ്ട്, ഇങ്ങനെ ഇപ്പോൾ കണ്ടിന്യൂ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവരുടെ വിചാരം ഇവരാണ് എല്ലാം തികഞ്ഞവർ. ഇപ്പം അനുമോളും അനീഷും ഒന്നുമല്ല, അവർ ഔട്ടാവാനുള്ള അവരൊക്കെ ഔട്ടാവേണ്ട കാലം കഴിഞ്ഞു, എന്നിട്ടും അവർ ഔട്ടാവാതെ എന്താ ഇരിക്കണത്. അങ്ങനെയാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു മനോഭാവം അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ കിച്ചണിൽ നമ്മുടെ അനുമോള് ഇന്നലെ കുറച്ച് ജോലിയൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അനുമോൾ എത്ര കിട്ടിയാലും പഠിക്കില്ല പറയില്ല, അതാണ് ഇപ്പോൾ കാണുന്നത്. കിച്ചണിൽ കയറേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, എന്നാലും അനുമോളൊരു മാനസിക പരിഗണന വെച്ച് കയറിയതാണ്. കാരണം ഇന്നലെ നോക്കിയപ്പോൾ കടല വെള്ളത്തിട്ടിട്ടേ ഉള്ളൂ, കറികളൊന്നും ആയിട്ടില്ല, ഉച്ച സമയമാവണു. അപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഈ 2 സ്ത്രീരത്നങ്ങളുണ്ടല്ലോ അവിടെ, അവർ പറയണ്ട, അത് അടുക്കളയിൽ കയറിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്താ പറയുക, അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം നൂറ ചപ്പാത്തി ചൂടുണ്ടായിരുന്നു, അപ്പോൾ ദോശ ചൂടുണ്ടായിരുന്നു. ആ സമയത്ത് അനുമോള് പൊട്ടറ്റോ അരി ഉണ്ടായിരുന്നു. അപ്പോൾ അനീഷും ഉണ്ട് അടുത്ത്. അനീഷ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എന്താ സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. സംസാരിക്കാൻ തുടങ്ങിയപ്പോഴോ PR-നെ പറ്റിയിട്ടും പിന്നെ അവളുടെ ഫെയിമിനെ പറ്റിയൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അനീഷ് പറഞ്ഞിട്ട്, വേണ്ട നിങ്ങൾ വായടച്ചോളിൻ, ഞാൻ നിങ്ങളോട് മിണ്ടാൻ പറഞ്ഞത് അബദ്ധമായി എന്നാണ് തോന്നണമെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് വെറുതെ ഒരാളെ പ്രൊവോക്ക് ചെയ്യുക. എനിക്കിത് കാണുമ്പോൾ എന്താ തോന്നിയെന്നറിയോ, ആ റോബിൻ്റെ സീസണിൽ റിയാസ് റോബിനെ വല്ലാതെ പ്രൊവോക്ക് ചെയ്തിട്ട് അടി വാങ്ങിച്ചിട്ട് അവൻ പുറത്തായി, നമ്മുടെ റോബിൻ. അതുപോലെയുള്ളൊരു കളിയാണോ ഇവർ കളിക്കണമെന്ന് എനിക്ക് തോന്നിപ്പോവുക കേട്ടോ. അല്ല, എൻ്റെ ഒരു തോന്നലായിരിക്കും, നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷേ വല്ലാതെ അനുമോളുടെ ക്ഷമയുണ്ടല്ലോ, സമ്മതിക്കണം കേട്ടോ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ആരാണെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ കൈ ഇങ്ങനെ എന്താ പറയുക, കൈ പൊങ്ങും 2 അടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും ഇറിറ്റേറ്റ് ചെയ്യുന്ന വാക്കുകളാണ് പറയണത്. ഇവളുടെ ഫെയിം കണ്ടിട്ട് ഇവളെന്താണ് ആരാണ് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ ഇന്നലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാബുമാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സാബുമാനെ നിൻ്റെ അടുത്ത് ഇരിക്കുന്ന വടയക്ഷിയാണോ അടുത്തിരിക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ
നിലവാരം എന്താണെന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക്. എന്തായാലും സത്യം പറയാലോ, ഈ 2 സാധനങ്ങളൊക്കെ എന്നോ പോണ്ടതായിരുന്നു. ഈ സ്ഥലത്ത് ജിസയിലും ആര്യനും ഒക്കെ ആയിരുന്നു വേണ്ടിയിരുന്നത്. എനിക്കതാ തോന്നുന്നത്. കാരണം അവരെന്തൊക്കെയായാലും ഒരു ടൈം പാസ് ഉണ്ടായിരുന്നു, അതുപോലെ ഒരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇത് വെറും പരദൂഷണം, ഏഷണി, അസൂയ, കുനിഷ്ട്, എന്താ പറയുക, അതുപോലെ മറ്റുള്ളവരെ കളിയാക്കൽ, ആദിൽ വല്ലാതെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദിലിപ്പോൾ ഷാനവാസിനെ അമ്മായി എന്ന് വിളിക്കണ കേൾക്കാം. അതുപോലെ പലർക്കും എല്ലാവർക്കും പേരുണ്ടല്ലോ. എല്ലാം തികഞ്ഞിട്ട് ദൈവം ഇറക്കി വിട്ട 2 സ്ത്രീകളേ ഉള്ളൂ ഭൂമിയിൽ. അതാണ് ആദിലി നൂറി. എല്ലാവരെയും കളിയാക്കുക. അതുപോലെ തന്നെ സാബുമാൻ നാരുമോൻ, അത് പിന്നെ അവൻ്റെ പ്രവൃത്തിയാണ്, അത് അവന് കിട്ടേണ്ടതാണ്. എന്താണ് ഇവർ തമ്മിൽ വഴക്കായപ്പോഴേക്കും അനുമോളെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയണത്. സാബുമാൻ ആദിലിൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ അനുമോളുടെ അടുത്ത് മിണ്ടിയിട്ട് തന്നെ ഇല്ലേ സാബുമാൻ, എന്നിട്ടും ഇങ്ങനെ പറയുക. അപ്പോൾ അവനെ നാരദൻ എന്നല്ല വിളിക്കുന്നുണ്ട്. നാരദന് പിന്നെ ഒരു എന്താ പറയുക ക്വാളിറ്റി ഉണ്ട്. ഇവൻ അതും ഇല്ല. എന്നാലും പോട്ടെ, നാരുമ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ്, പ്രേക്ഷകർ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട് എന്നൊക്കെയാണ് തോന്നുന്നു വിചാരം. കാരണം ഇതുവരെ ഔട്ടാവാതെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രേക്ഷകരൊക്കെ ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് അവർ തന്നെ കുഴി തോണ്ടുക പറയില്ലേ, അതന്നെ ചെയ്തിരിക്കുന്നത്. എന്തായാലും എന്തോ ഒരു ഭാഗ്യത്തിൻ്റെ പുറത്ത് നൂറ ടോപ്പ് 5 എത്തുകയും ചെയ്തു. ആദില അവിടെ നിന്ന് പറഞ്ഞു വിടാനും പറ്റില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് അവൾ പറയുകയാണ്, ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ് പ്രേക്ഷകരോട്, അനുമോൾ കണ്ടൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല, അതുപോലെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് പുറത്താക്കാൻ നോക്കുമെന്ന്. ഡയറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഇന്നലെ ഒരു പ്രോമോ വന്നു, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഭഗവാനെ, എൻ്റെ പടച്ചോനെ, എൻ്റെ കർത്താവേ എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതിപ്പോൾ ചിലപ്പോൾ ഒരു എന്താണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് വേണം വെച്ച് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടതായിരിക്കും. അനിമോളോട് പ്രപ്പോസ് ചെയ്യണ അനീഷിൻ്റെ ആ വീഡിയോ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഇന്ന് നടക്കാൻ പോണത്. നമ്മൾ വിചാരിക്കും അയ്യോ നമ്മൾ ഇത്രയും കാത്തിരുന്നിട്ട്, കാരണം എന്താണ് ഇത് റേറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൻ്റെ പണിയാവാനും മതി. അനീഷ് ചോദിച്ചിട്ടുണ്ടാവും, അത് വേറെ വല്ല രീതിയിൽ ആയിരിക്കും, ഒരു തമാശയ്ക്കാണെന്നോ അല്ലെങ്കിൽ വല്ല പ്രാങ്കാന്ന് പറയാനൊരു വഴിയില്ല, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇതിൽ വല്ല ട്വിസ്റ്റ് നടക്കാൻ വഴിയുണ്ട്, എനിക്കതാ തോന്നണം. പക്ഷേ എന്നാലും ഇത് ചോദിച്ചു കേട്ടപ്പോൾ ഭഗവാനെ, സത്യം പറയാലോ എനിക്ക് തന്നെ ഒരു ഞെട്ടിപ്പോയി. എനിക്ക് തോന്നി വേണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ചിലവർക്ക് ഇഷ്ടമായിരിക്കാം. പക്ഷേ ഈ 9 days to go എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്തോ ആവട്ടെ, അവരുടെ ഗെയിമായിരിക്കാം അത്. അനീഷ് അത്ര പൊട്ടനൊന്നുമല്ല, അനീഷ് എന്തെങ്കിലും കണ്ടിട്ട് തന്നെ ആയിരിക്കും. എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നൂറയ്ക്ക് ആദിലെ സേവ് ചെയ്യണം, അപ്പോൾ അനുമോളെ പുറത്താക്കാൻ നിങ്ങളൊന്ന് സഹായിക്കണേന്നാണ് അവൾ ഇൻഡയറക്റ്റ്ലി പറഞ്ഞത്. പിന്നെന്താണ്, ഇതൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇന്നലെ നടന്നത്. ഇന്നലെ അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്നലെ പിന്നെ വീഡിയോ ഇടാതിരുന്നത്. അനുമോളിപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. അവരുമായിട്ട് മിണ്ടാതിരിക്കുന്നതാണ് അനുമോൾക്ക് എല്ലാം കൊണ്ടും നല്ലതെന്നേ പറയാനുള്ളൂ. നമുക്ക് ഡയറക്റ്റ് പോയി പറയാൻ പറ്റില്ലല്ലോ. അവളുടെ മനസ്സിൽ തോന്നിക്കട്ടെ ഈ 2 സാധനങ്ങളുമായിട്ട് മിണ്ടാതിരിക്കാൻ, എന്നാൽ അവൾക്ക് ഗെയിമിൽ ഫോക്കസ് ചെയ്ത് പോട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ആദിൽ എവിക്റ്റ് ആവും എന്നുള്ളത് അവർ മുൻകൂട്ടി കണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സംഭവിക്കട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.